ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലിം രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാന്റിക് ബ്ലാക്ക് കോമഡി ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. വിചിത്ര സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളിലൂടെയും ഹാസ്യത്തിലൂടെയും മാനസികാരോഗ്യ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്വിർക്കി സിനിമയാണിത്. തുടക്കം കുതിരയും കോമയും. കഥ ആരംഭിക്കുന്നത് എബിയുടെ, ഫഹദ് ഫാസിലിയും നിധിയുടെ, കല്യാണി പ്രിയദർശനിയുടെയും വിവാഹത്തിന് തലേന്നാണ്. സ്വപ്നങ്ങളെ അടയാളങ്ങളായി കാണുന്ന സ്വഭാവമുള്ള നിധി തന്റെ വിവാഹത്തിന് എബി ഒരു വെള്ളക്കുതിരപ്പുറത്ത് വരണമെന്ന് ആവശ്യപ്പെടുന്നു. നിധിയുടെ ഇഷ്ടത്തിനായി എബി സമ്മതിക്കുകയും വിവാഹ ദിവസം കുതിരപ്പുറത്തെത്തുകയും ചെയ്യുന്നു. എന്നാൽ വിവാഹവേദിയിൽ വെച്ച് കുതിരയിടയുകയും കുതിരപ്പുറത്ത് നിന്ന് വീഴുന്ന എബിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്യുന്നു. വഴിത്തിരിവ്, കാത്തിരിപ്പും ഉണർവും. ഏകദേശം 1 വർഷത്തോളം നിധി എബി ഉണരുന്നതും കാത്തുകഴിയുന്നു. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധം കാരണം അവൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ അവൾ പോയതിനു തൊട്ടുപിന്നാലെ എബി കോമയിൽ നിന്നുണരുന്നു. ഉണർന്ന ശേഷം എബി നിധിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും ചില സാഹചര്യങ്ങൾ കാരണം അവർക്ക് ഒരുമിക്കാൻ കഴിയുന്നില്ല. മനസമാധാനത്തിനായി എബി തന്റെ സഹോദരൻ സിബിയുടെ വിനയ് ഫോർട്ട് അടുത്തേക്ക് ബംഗളൂരുവിലേക്ക് പോകുന്നു. രണ്ടാം ഘട്ടം, രേവതിയുടെ കടന്നുവരവ്. ബംഗളൂരുവിൽ വെച്ച് എബി രേവതി പിള്ള എന്ന കിൻഡർഗാർട്ടൻ ടീച്ചറെ പരിചയപ്പെടുന്നു. വിഷാദരോഗം പോലുള്ള മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണ് രേവതി എന്ന് തെറ്റിദ്ധരിക്കുന്ന എബി അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വയം ചുമതലപ്പെടുത്തുന്നു. എബി, നിധി, രേവതി എന്നിവരുടെ ജീവിതങ്ങളിലൂടെ കഥ പല വഴിത്തിരിവുകളിലൂടെ കടന്നുപോകുന്നു. കഥാപാത്രങ്ങളുടെ വിചിത്രമായ ചിന്തകളും പെരുമാറ്റങ്ങളും ഹാസ്യരൂപത്തിൽ ഈ ഭാഗത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ പരസ്പരമുള്ള തെറ്റിദ്ധാരണകളും മറ്റ് പ്രശ്നങ്ങളും പരിഹരിച്ച് കഥാപാത്രങ്ങൾ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നിടത്താണ് സിനിമയുടെ ക്ലൈമാക്സ്. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.